സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നീക്കം ചെയ്തതിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് മെറ്റ. AI അപ്ഗ്രഡേഷന്റെ ഭാഗമായി സംഭവിച്ച പിഴവെന്നാണ് വിശദീകരണം. പിഴവ് പരിഹരിച്ചെന്ന് മെറ്റ കേരള പോലീസ് സൈബർ വിഭാഗത്തെ അറിയിച്ചു. കണ്ടന്റ് നീക്കം ചെയ്തത് ആരുടെയും നിർദ്ദേശപ്രകാരമല്ലെന്നും മെറ്റയുടെ ഇന്ത്യൻ നോഡൽ ഓഫീസർ നൽകിയ വിശദീകരണത്തിലുണ്ട്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസിലേക്കാണ്. ഹാൻസ്, എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയായിരുന്നു. ആരാണ് ഈ മെറ്റയുടെ ഈ കണ്ടന്റുകൾ നീക്കം ചെയ്തത്, അല്ലെങ്കിൽ മെറ്റയോട് ആരാണ് ഇത് ആവശ്യപ്പെട്ടത്? പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള പല ഭരണാധികാരികൾക്കും എതിരെ വരുന്ന പോസ്റ്റുകളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തത്. കേരളത്തിലും അത് വലിയ തരത്തിൽ പ്രതിപക്ഷ വിമർശനത്തിനൊക്കെ ഇരയാകുകയും ചെയ്തു. ഇതിൽ എന്താണ് മെറ്റയുടെ ഇപ്പോഴത്തെ വിശദീകരണം? സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ് പല മാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രസിദ്ധീകരിച്ച വാർത്തകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വാർത്തകൾ വരികയും അത് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അത് പ്രതിപക്ഷമാണ് പ്രധാനമായും അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ടാണോ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയത് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, മെറ്റയോട് ഇത്തരത്തിൽ ഈ പോസ്റ്റുകൾ നീക്കം പറയാൻ മാത്രം അധികാരം തനിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് മെറ്റയോട് എന്തുകൊണ്ടാണ് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്തത് എന്നുള്ള വിശദീകരണം തേടിയത്. ഇതിനാണ് മെറ്റ ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം നൽകിയത്. മെറ്റ പറയുന്നതനുസരിച്ച് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമല്ല ഈ മാധ്യമങ്ങളിലൂടെയുള്ള അല്ലെങ്കിൽ ഈ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്തത്. AI സിസ്റ്റത്തിൽ വന്ന അപ്ഡേഷൻ മൂലമുണ്ടായ സാങ്കേതിക തകരാറാണ് ഈ പോസ്റ്റുകൾ മാറാൻ അല്ലെങ്കിൽ അപ്രത്യക്ഷപ്പെടാനുള്ള കാരണമെന്നാണ് മെറ്റ വിശദീകരണമായി സൈബർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ പോസ്റ്റുകൾ എല്ലാ മാധ്യമങ്ങളിലേക്കും തിരിച്ചു വന്നിട്ടുണ്ട് എന്നുമാണ് മെറ്റ ഇപ്പോൾ സൈബർ പോലീസിന് നൽകിയിരിക്കുന്ന വിശദീകരണം. ഇന്ത്യൻ നോഡൽ ഓഫീസറാണ് ഇപ്പോൾ സൈബർ പോലീസിന് ഈ വിശദീകരണം നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം ന്യൂസ് മലയാളത്തിൻ്റെതടക്കം പല മാധ്യമങ്ങളുടെയും പോസ്റ്റുകൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. വരും മണിക്കൂറുകളിലെങ്കിലും ഈ പോസ്റ്റ് തിരിച്ചെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാതി.